അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് 250 ml കപ്പിന് 1 കപ്പ് സോയയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 പ്രാവശ്യം ഒന്ന് കഴുകിയിട്ട് വേണം സോയ എടുക്കാനായിട്ട്. ഇനി ഈ സോയ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു തക്കാളി വെച്ച് കൊടുക്കാം. അപ്പം അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ്. ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവിച്ചെടുക്കുന്നതിന് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുങ്ങിക്കിടക്കത്തക്ക രീതിയിലുള്ള വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പൊ ഞാൻ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോ 1 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇപ്പൊ നമ്മൾ ഇത് വേവിക്കാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ആയി. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, നല്ലോണം സോയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും മതി. ഇനി ഇതിന്റെ വെള്ളം ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു വെക്കാം. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിന്റെ ചൂട് മാറുന്ന സമയം കൊണ്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 250 ml കപ്പിന് 1.5 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ എടുക്കുമ്പോൾ വെള്ള ഭാഗം മാത്രം എടുക്കാം, ആ ബ്രൗൺ ഭാഗം എടുക്കരുതേ. ഇപ്പൊ 1.5 കപ്പ് ചിരകിയ തേങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി, 3 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിന് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത്, തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട്. ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാതെ തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇനി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കിടക്കുന്ന ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇതെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. 3 ചെറിയ ഉള്ളി കനം കുറഞ്ഞരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വാടി ചെറിയൊരു ഗോൾഡൻ നിറം ആവുന്നവരെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഉള്ളിയുടെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട്. 2 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അടിപൊളി ടേസ്റ്റുള്ള വെള്ള ചമ്മന്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. കഴിക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഞാൻ തക്കാളിയുടെ പുറത്തുള്ള തൊലി നമുക്കെടുത്ത് മാറ്റാം. അതാ തക്കാളിയുടെ തൊലി മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ ചൂട് നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ഇത് നല്ലോണം അരച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് അരച്ചെടുക്കുക. ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ്. 3/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിന് 3/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തൈരാണ്. അധികം പുളിപ്പൊന്നും ഇല്ലാത്ത ഒരു 1/4 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക.
ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. വലിയ ജീരകമല്ല, നല്ല ജീരകമാണേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ സോയൊക്കെ വേവിച്ചെടുത്തപ്പോൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയിൽ ഉപ്പുണ്ട്. അപ്പം നോക്കിയിട്ട് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുമിച്ച് അങ്ങ് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഇപ്പം ഞാൻ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിയുടെ വറവിനനുസരിച്ച് വെള്ളത്തിന്റെ അളവ് വ്യത്യാസം ഉണ്ടാകും. ഈ ഒരു ബാറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കല്ലേ, ആ ഒരു പരുവത്തിന് വേണം ഈ ബാറ്ററും തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ കുറച്ച് വെള്ളത്തിന്റെ ആവശ്യം കൂടിയുണ്ട്. ഞാൻ വീണ്ടും 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കാം. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്കിപ്പം 1/2 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. അപ്പം ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. നമ്മൾ ഇഡ്ഡലിക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കല്ലേ, ആ ഒരു കട്ടിക്ക് വേണം നമ്മൾ ഈ ബാറ്ററും തയ്യാറാക്കി എടുക്കാൻ. ഒരുപാട് അങ്ങ് ലൂസ് ആവാൻ പാടില്ല, ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കുക, ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക. വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ 1 സവാളയുടെ പകുതി സവാള എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയില കട്ട് ചെയ്താണ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാവട്ടെ. ഇരുമ്പിന്റെ തവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് പിടിപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട്. രണ്ട് വലിയ സ്പൂൺ ബാറ്റർ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇതിന്റെ സൈഡിലായിട്ട് ഒരു 1/2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒരു 1/2 ടീസ്പൂൺ ഇതിന്റെ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് മൂടി വെച്ച് കൊടുക്കുക. ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നമ്മളിത് മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരണം. ഇപ്പൊ ഇതിന്റെ പുറമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഈ വശവും ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുത്തിട്ടില്ല. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മൂടി വെച്ച് കൊടുക്കാം. ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പൊ കണ്ടില്ലേ, 2 വശവും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. അപ്പൊ സോയ വെച്ചിട്ട് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഞാൻ ബേക്കിംഗ് സോഡ എന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുറിച്ചും കൂടി കാണിച്ചു തരാം. അപ്പൊ ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ഉള്ള വെള്ളച്ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഹൈ പ്രോട്ടീൻ ദോശ തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്